സൗദി ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനം അടുത്ത വർഷമാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വരുന്നു. സൗദി പൗരന്റെ കൊലപാതക കേസിൽ ഇപ്പോൾ നിർണായക വിധി ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന് അടുത്ത വർഷം മോചനം ലഭിക്കും. ഒരു വർഷം കൂടി റഹീം കാത്തിരിക്കണം. വധശിക്ഷ റദ്ദാക്കിയതിനാൽ 20 വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു. നിലവിൽ 19 വർഷം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് റഹീം. അതുകൊണ്ട് ഒരു വർഷം കൂടി കാത്തിരുന്നാൽ അടുത്ത വർഷം റഹീമിന് ജയിൽ മോചിതനാവാം. എന്തായാലും വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏറ്റവും ആശ്വാസകരമായ വിവരവും അതാണ്. റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. സൗദി പൗരന്റെ കൊലപാതക കേസിലാണ് ഇപ്പോൾ സൗദി കോടതിയുടെ നിർണായക വിധി. വധശിക്ഷ നേരത്തെ തന്നെ കോടതി റദ്ദാക്കിയതാണെങ്കിലും അതിലൊരു ഒഫീഷ്യൽ കൺഫർമേഷനോ ഒരു സ്ഥിരീകരണമോ ഔദ്യോഗികമായി വന്നിട്ടില്ലായിരുന്നു. അതിപ്പോൾ പുറത്തു വരികയാണ്. എന്തായാലും 20 വർഷം തടവ് ശിക്ഷയാണ് റഹീമിന് വിധിച്ചത്. അതിൽ 19 വർഷം നിലവിൽ റഹീം ജയിലിൽ തടവ് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരു വർഷം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. 20 വർഷത്തെ തടവ് ശിക്ഷ എന്ന് പറയുമ്പോൾ ആ തടവ് കാലാവധി പൂർത്തിയാക്കി അടുത്ത വർഷത്തോടെ റഹീമിന് ജയിലിൽ നിന്ന് മോചിതനാകാം എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ, കുടുംബത്തെ കാത്തിരിക്കുന്ന ഏറ്റവും ആശ്വാസ വാർത്ത തന്നെയാണത്. അപ്പീൽ സാധ്യത തേടുമെന്ന നിലവിൽ റിയാദിലെ റഹീം നിയമസഹായ സമിതി പറയുന്നുണ്ട്. കേസിൽ കുടുംബം മാപ്പ് നൽകിയെങ്കിലും കുറ്റത്തിനുള്ള ശിക്ഷയാണ് തടവുകാലം. റഹീമിന്റെ മോചനക്കാര്യത്തിൽ കഴിഞ്ഞ ഓരോ മാസങ്ങളിലും നിരന്തരം കോടതി ചേരുന്നുണ്ടായിരുന്നെങ്കിലും ഒരു വ്യക്തത വന്നിരുന്നില്ല. പല കുറി ഈ കേസ് മാറ്റിവെക്കുന്നത് നമ്മൾ കണ്ടതാണ്, ഹർജി മാറ്റിവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ വീണ്ടും ഹർജി പരിഗണിച്ചപ്പോൾ വളരെ നിർണായകമായ വിധിയിലേക്ക് സൗദി കോടതി എത്തുകയാണ്. വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. അക്കാര്യത്തിലൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരികയാണ്. പക്ഷേ 20 വർഷം തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി തീരുമാനമെടുക്കുന്നു. അങ്ങനെയെങ്കിൽ 19 വർഷം ഇതുവരെ റഹീം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഒറ്റ വർഷം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. 20 വർഷത്തെ തടവ് ശിക്ഷ ആ കാലയളവ് പൂർത്തിയാക്കി അടുത്ത വർഷത്തോടെ ഇദ്ദേഹത്തിന് മോചിതനാകാം എന്നുള്ളതാണ്. റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾക്ക്. എന്തായാലും റിയാദിലെ നിയമ സഹായ സമിതിയാണ് അവിടെ കേസിന്റെ കാര്യങ്ങൾ, ഹർജിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മാസങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ഇന്നിപ്പോൾ കേസ് ഹർജി വീണ്ടും പരിഗണിച്ചത്. അതിലാണ് റഹീമിന്റെ മോചനം അടുത്ത വർഷം സാധ്യമാകുമെന്ന ഏറ്റവും ആശ്വാസകരമായൊരു വിവരം, വാർത്താ വിധി പുറത്തു വരുന്നത്. കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി നാടൊന്നാകെ ഒരുമിച്ച് ചേരുകയും അതിനാവശ്യമായ ഒരു ദിയാധനം, വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ദിയാധനം നാടൊട്ടാകെ ചേർന്നുകൊണ്ട് സ്വരൂപിച്ച് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുകയും അത് കുടുംബത്തിന് നൽകുകയും അങ്ങനെ ഈ വധശിക്ഷ ഒഴിവാക്കി കിട്ടുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ ഈ തടവ് ശിക്ഷ 19 വർഷമായി ഇദ്ദേഹം ഈ സൗദി പൗരന്റെ കൊലപാതക കേസിൽ റഹീം ജയിലിലാണ്. ഇപ്പോൾ ഈ വധശിക്ഷ പൂർണ്ണമായും ഒഴിവാക്കി കിട്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കോടതിയുടെ ഭാഗത്ത് തന്നെ വരുന്നു. ഇനി ഒറ്റ വർഷം കൂടി ജയിലിൽ കഴിഞ്ഞാൽ മതിയാകും റഹീമിന്. 19 വർഷമായി അദ്ദേഹം ജയിലിനകത്താണ്. കുടുംബവും റഹീമിന്റെ ഉമ്മയുമൊക്കെ കണ്ണീരോടുകൂടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ടിപ്പോൾ 19 വർഷം കഴിയുന്നു. നാടൊട്ടാകെ റഹീമിന്റെ മോചനക്കാര്യത്തിന് വേണ്ടി ഒന്നിക്കുകയും വലിയൊരു സംഖ്യ സ്വരൂപിക്കുകയും അത് ദിയാധനമായി ഈ സൗദി പൗരന്റെ കുടുംബത്തിന് നൽകുകയും വധശിക്ഷ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം അവിടെ ഈ റിയാദിലെ നിയമസഹായ സമിതി ഏകോപിപ്പിക്കുകയും പല മാസങ്ങളിലായി കേസ് എടുത്തപ്പോഴൊക്കെ, ഹർജി പരിഗണിച്ചപ്പോഴൊക്കെ അതിൻ്റെ സാങ്കേതികത്വങ്ങളാൽ മാറ്റിവെക്കുകയും ഇന്നിപ്പോൾ വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ, ഹർജി പരിഗണിച്ചപ്പോൾ സൗദി കോടതി നിർണായകമായ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ 20 വർഷത്തെ തടവ് അനുഭവിച്ചാൽ മതി, വധശിക്ഷയില്ല. കേരളം കാത്തിരുന്ന, ആ കുടുംബം കാത്തിരുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അഫ്താബ്, കോടതി വിധി വന്നിരിക്കുന്നു. അത് കേരളത്തെ ആകെ, ആ കുടുംബത്തിനാകെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അങ്ങനെയെങ്കിൽ 20 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയാക്കി അടുത്ത വർഷം റഹീമിന് മോചിതനാകാം. ഇനി എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഈ വിധിയിൽ വരേണ്ടതുണ്ടോ?
സൈഫുദ്ദീൻ, നിലവിലുള്ള വിധിയിൽ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അതായത് 2006 ഈ കൊലപാതകം നടക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് റഹീമിന്റെ കുടുംബത്തിന് റഹീമിന് നേരത്തെ സൗദി കുടുംബം മാപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നേരത്തെ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. ഇനിയുള്ളത് ഈ കുറ്റത്തിനുള്ള ജയിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇപ്പോൾ കോടതി 20 വർഷം തടവ് വിധിച്ചിരിക്കുന്നത്. അതിൽ 19 വർഷം 2006 നടന്ന കേസായതിനാൽ ഇപ്പോൾ 2025 അതായത് 19 വർഷം റഹീം നിലവിൽ ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി 1 വർഷം പൂർത്തിയാക്കിയാൽ അടുത്ത വർഷത്തോടെ ഈ ജയിൽ ശിക്ഷാ കാലാവധി കഴിയും. ആ കാലാവധി കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്കകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റഹീമിന് പുറത്തിറങ്ങാനാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എങ്കിൽ പോലും ഈ കേസിൽ അപ്പീൽ നൽകുവാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് അപ്രതീക്ഷിതമായാണ് കോടതിയുടെ വിധി പ്രഖ്യാപനം ഉണ്ടായത്. കാരണം കൂടുതൽ പ്രയോജന സാധ്യതയുണ്ടോ അഫ്താബ്? എന്ന് വെച്ചാൽ ഈ 20 വർഷം എന്തായാലും തടവിൽ കഴിയേണ്ട ആ കാലയളവ് പൂർത്തീകരിക്കേണ്ട, അപ്പോൾ ഒരു അപ്പീൽ നൽകിയതുകൊണ്ട് കൂടുതൽ ആശ്വാസ വാർത്തയ്ക്ക് സാധ്യതയുണ്ടോ? നിലവിൽ റഹീം ഉള്ളത് ജയിലിലാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ജാമ്യത്തിനോ മറ്റോ ഉള്ള സാധ്യതകളാണ് നിലവിൽ തേടുന്നത്. പുറത്തിറങ്ങാൻ സാധിക്കുമോ എന്നുള്ളതാണ് തേടുന്നത്. എങ്കിൽ പോലും സൗദി വിട്ട് പുറത്തു പോകാൻ കഴിയില്ല. അത്തരം സാധ്യതകൾ കൂടി നിയമസഹായ സമിതി നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ തന്നെ ഇത്രയധികം കാലാവധി കഴിഞ്ഞതിനാൽ ഇളവ് ഉണ്ടാകുമോ എന്നുള്ളൊരു നിയമസാധുതയാണ് നിയമസഹായ സമിതി പരിശോധിക്കുന്നത്. ഏതായിരുന്നാലും വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം അത് പഠിച്ച് നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷമായിരിക്കും അതിലൊരു തീരുമാനത്തിലേക്ക് നിയമസഹായ സമിതി എത്തുക. ഏതായാലും ഏറെ ആശ്വാസമുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ കുറെ മാസങ്ങളായി റഹീമിന്റെ കുടുംബത്തിൽ ഇപ്പോൾ കാര്യമായ കടുംപിടുത്തങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു അപ്പീലിന് പോകാനുള്ള സാധ്യതയൊന്നുമില്ലല്ലോ. അവർക്ക് ദിയാധനം അവരാവശ്യപ്പെട്ട പണം കൈമാറിയതുമാണ്. അതായത് റഹീമിന്റെ കുടുംബവും ഒപ്പം തന്നെ സൗദി കുടുംബവും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ അദ്ദേഹത്തിന് മാപ്പ് നൽകിയത്. അതുകൊണ്ട് തന്നെ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇനി വ്യവഹാരങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അവരുടെ പരാതി പിൻവലിച്ചതിന്റെയും ഒപ്പം തന്നെ മാപ്പ് നൽകിയതിന്റെയും അടിസ്ഥാനത്തിലാണ് വധശിക്ഷ റദ്ദായത്. അതായത് 2 തരത്തിലാണ് സൗദിയിലെ ഈ നിയമമുള്ളത്. അതായത് ഒന്ന് സ്വകാര്യ വ്യക്തികളുടെ അവകാശവും മറ്റൊന്ന് ഭരണകൂടത്തിന്റെ പൊതു അവകാശവും. അതിൽ സ്വകാര്യ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ വധശിക്ഷ റദ്ദാക്കി കൊടുത്തത്. പക്ഷേ ഒരു പൗരൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ആ പൗരന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ അടിസ്ഥാനത്തിലുള്ള വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഒരു പൗരൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞാലും അതിന് കുടുംബം മാപ്പ് നൽകിയാലും ഭരണകൂടം മാപ്പ് നൽകണം എന്നില്ല. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ സുരക്ഷ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിധിയാണ് 20 വർഷത്തെ തടവ്. അതാണ് ഇപ്പോൾ റഹീമിനി പൂർത്തിയാക്കേണ്ടത്. 19 വർഷം പൂർത്തിയാക്കിയതിനാൽ 2026 ഡിസംബറിൽ ആ കാലാവധി പൂർത്തിയാകും. അതിനുശേഷം ആഴ്ചകളുടെ നടപടിക്രമങ്ങൾ ഉണ്ടാകും. കാരണം ഈ പോലീസ് സ്റ്റേഷനുകളിലെയും മറ്റും കേസുകൾ അതിന്റെ റെക്കോർഡുകളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ട പണികളുണ്ട്. അതിനുവേണ്ടി ആഴ്ചകൾ കൂടി എടുത്തേക്കാം. ഏതായിരുന്നാലും ഏറെ കാത്തിരുന്ന ആശ്വാസകരമായ വിധിയാണ്. ഏറെ അനിശ്ചിതാവസ്ഥ നിലനിന്നിരുന്ന വിധിയാണ്. കാരണം ഈ വധശിക്ഷ റദ്ദാക്കി പോകുമോ എന്ന് പോലും ആശങ്കപ്പെട്ടിരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഏറെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ ഏറെ റിയാദിലെ നിയമസഹായ സമിതി ഉൾപ്പെടെ ഏറെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു. ഏതായിരുന്നാലും ഇന്ന് അപ്രതീക്ഷിതമായി ഒരുപക്ഷെ കേസിന്റെ ഒറിജിനൽ രേഖകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നതെന്നാണ് പൊടുന്നനെ ഇന്ന് കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത്. ഏതായിരുന്നാലും ഇതിൽ ഒരു തീർപ്പ് എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല അടുത്ത വർഷം റഹീമിന് പുറത്തിറങ്ങാനും സാധിക്കും. സൈഫുദ്ദീൻ.